മലപ്പുറം കത്തി ആറ്റം ബോംബ് എന്ന് പറയുന്നത് പോലെയായി ഇറാനെ ആക്രമിക്കുന്നതിൽ യു.എസിൻ്റെ കാര്യം. യു.എസ്.എസ്. എബ്രഹാം ലിങ്കന് പുറമെ ലോകത്തെ ഏറ്റവും വലിയ പടക്കപ്പലായ യു.എസ്.എസ്. ജെറാൾഡ് ആർ ഫോർഡും ഇറാൻ തീരത്ത് എത്തി. കരീബിയൻ തീരത്ത് നിന്നാണ് അത് ഇറാൻ തീരത്തേക്ക് എത്തിയത്. എന്നിട്ടും ഇറാന് ഒരു കുലുക്കവും ഇല്ല. എബ്രഹാം ലിങ്കനെ കണ്ടിട്ട് ഇറാൻ പേടിച്ചില്ല. ജെറാൾഡ് ആർ ഫോർഡിനെ കണ്ടിട്ടും ഇറാൻ ഭയന്നില്ല. അമേരിക്ക ഇപ്പോൾ ആപ്പിലായിരിക്കുകയാണ്. അമേരിക്ക ഇപ്പോൾ അടിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഇറാനെ. ഇറാൻ അത് മൈൻഡ് പോലും ചെയ്തില്ല. അമേരിക്കയുടെ ഭീഷണികൾ പാശ്ചാത്യ മാധ്യമങ്ങൾ നിറം പിടിപ്പിച്ച വാർത്തകളാക്കി മാറ്റി. ഇന്ത്യയിലെ സംഘികളും അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നത് കാണാൻ കാത്തിരുന്നു. കാരണം ഇറാൻ ഒരു മുസ്ലിം രാജ്യമാണല്ലോ. ഇറാനെ ആക്രമിക്കുന്നതിൽ സംഘികൾക്ക് പ്രത്യേക താല്പര്യം കാണും. എന്തായാലും ഇറാനെ ഉടനൊന്നും അമേരിക്ക ആക്രമിക്കാൻ പോകുന്നില്ല എന്ന് വ്യക്തമായി. അമേരിക്ക ഇറാനിൽ പോയി ഉൾട്ടയടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇറാൻ തീരത്ത് ഇപ്പോൾ യു.എസ്.എസ്. എബ്രഹാം ലിങ്കനുമുണ്ട്, യു.എസ്.എസ്. ജെറാൾഡ് ആർ ഫോർഡും ഉണ്ട്. രണ്ട് പടുകൂറ്റൻ യുദ്ധക്കപ്പലുകൾ. ആ യുദ്ധക്കപ്പലുകൾ ഇറാനെ സമ്മർദ്ദത്തിലാക്കുമെന്നും ഇറാൻ ചർച്ചയ്ക്ക് വരുമെന്നും ട്രംപ് വിചാരിച്ചു. പക്ഷേ അടിച്ചാൽ തിരിച്ചടിക്കും എന്ന കടുംപിടുത്തത്തിൽ ഇറാൻ നിന്നു. തങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ പശ്ചിമേഷ്യയിലുള്ളതും ഗൾഫ് രാജ്യങ്ങളിലുള്ളതുമായ അമേരിക്കൻ സൈനിക താവളങ്ങൾ തകർക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ആക്രമണമുണ്ടായാൽ പ്രത്യാക്രമണം ആയിരിക്കില്ല ഉണ്ടാവുകയെന്നും കനത്ത ആക്രമണം തന്നെയാണ് തിരിച്ചുണ്ടാവുകയെന്നും ഇറാൻ പറഞ്ഞു. ഇപ്പോൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറയുന്നത് ഖൊമൈനിയുമായി ട്രംപ് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നാണ്. പക്ഷേ ഖൊമൈനി അങ്ങോട്ട് പറയണം, ഖൊമൈനി നിർബന്ധിക്കണം ട്രംപിനോട് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന്. അതാണ് മാർക്കോ റൂബിയോ പറഞ്ഞത്. മ്യൂണിക്കിലെ സുരക്ഷാ സമ്മേളനത്തിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് മാർക്കോ റൂബിയോ യു.എസിൻ്റെ പുതിയ നയം വ്യക്തമാക്കിയത്. ഖൊമൈനി ചർച്ചയ്ക്ക് വന്നാൽ ട്രംപ് സഹർഷം സ്വാഗതം ചെയ്യും. ഖൊമൈനിയും ട്രംപും തമ്മിൽ ചർച്ച ചെയ്താൽ പ്രശ്നം തീരും. പക്ഷേ ആദ്യം ഖൊമൈനി പറയണം ചർച്ചയ്ക്ക് തയ്യാറാണെന്ന്. ഇതാണ് മാർക്കോ റൂബിയോ പറഞ്ഞത്. അമേരിക്ക എന്തായാലും ഇറാൻ്റെ മുമ്പിൽ നാണം കെട്ടിരിക്കുകയാണ്. 24 മണിക്കൂറിനകം യുദ്ധം തുടങ്ങും. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. വാർഷിപ്പുകൾ എത്തിക്കഴിഞ്ഞു. കടൽ കീഴടക്കി കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അപ്പുറത്ത് മുങ്ങിക്കപ്പലുകൾ തയ്യാറാക്കി ഇറാനും നിന്നു. ഇറാനെ പെട്ടെന്നൊന്നും അടിക്കാൻ പറ്റില്ല എന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞു. ഇറാൻ്റെ കരസൈന്യം ശക്തമാണ്. ഇറാൻ്റെ കരസൈന്യത്തെ തകർക്കുക എന്നുള്ളത്, IRGCയെ തകർക്കുക എന്നുള്ളത് ദുഷ്കരമായ ദൗത്യമാണ്. കരസൈന്യമാണ് ഇറാൻ്റെ കരുത്തും. ഇറാൻ്റെ മിസൈൽ ശേഖരവും ഇറാൻ്റെ ഡ്രോൺ ശേഖരവും ഒക്കെ അമേരിക്ക ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. യുദ്ധം തുടങ്ങിയാൽ അത് അനന്തമായി നീളുമെന്ന് അമേരിക്ക മനസ്സിലാക്കിയിരിക്കുന്നു. മാത്രമല്ല അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതിയും തകർന്ന് തരിപ്പണമായി മാറും. അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ അത്ര മെച്ചമൊന്നുമല്ല. ഓഹരി വിപണി തകർന്ന് തരിപ്പണമാകും. അതിലൊക്കെ ഉപരിയാണ് ഹോർമൂസ് കടലിടുക്ക് ഇറാൻ ഉപരോധിച്ചത്. ഹോർമൂസ് കടലിടുക്ക് ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ്റെ ഉപരോധം തുടർന്നാൽ ലോകത്തിലെ വ്യാപാരം മുഴുവൻ സ്തംഭിക്കും. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ട്രംപ് യുദ്ധത്തിന് അമാന്തം പ്രകടിപ്പിക്കുന്നത്. ഇറാനെ ഭയപ്പെടുത്തുകയായിരുന്നു ട്രംപിൻ്റെ ലക്ഷ്യമെന്ന് വ്യക്തം. അതിനുവേണ്ടിയാണ് എബ്രഹാം ലിങ്കന് പുറമെ യു.എസ്.എസ്. ജെറാൾഡ് ആർ ഫോർഡും ട്രംപ് അയച്ചത്. പക്ഷേ അതിലൊന്നും യാതൊരു കാര്യവുമില്ല. ഖൊമൈനി അതൊന്നും കണ്ട് പേടിച്ചില്ല. ഖൊമൈനി അതൊന്നും കണ്ട് പേടിച്ച് ബങ്കറിൽ ഒളിച്ചില്ല. വെനസ്വലയിൽ പോയി നിക്കോളാസ് മഡുറോയെ തട്ടിക്കൊണ്ടുപോയതുപോലെ ഖൊമൈനിയെ തട്ടിക്കൊണ്ടുപോകളയും എന്നൊക്കെയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ എഴുതിയത്. അമേരിക്കയെ നമ്പുന്ന അമേരിക്കയുടെ എന്താ പറയുക, അമേരിക്കയുടെ നാവായി പ്രവർത്തിക്കുന്ന പാശ്ചാത്യ മാധ്യമങ്ങൾ ഇറാനിൽ കടന്ന് ശക്തമായ ഓപ്പറേഷനിലൂടെ
ഖൊമൈനിയെ തട്ടിക്കൊണ്ടുപോയി വിചാരണയ്ക്ക് വിധേയമാക്കും എന്നൊക്കെയാണ് എഴുതി പിടിപ്പിച്ചത് പാശ്ചാത്യ മാധ്യമങ്ങൾ. എന്നാൽ ഇപ്പോൾ ഖൊമൈനിയെ പോയിട്ട് ഖൊമൈനിയുടെ യഥാർത്ഥ താവളം എവിടെയാണെന്ന് അറിയാൻ പോലും അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല. ഖൊമൈനി റഷ്യയിലേക്ക് പലായനം ചെയ്യും എന്നൊക്കെ മാധ്യമങ്ങൾ എഴുതി. ഖൊമൈനി ബങ്കറിൽ ഒളിച്ചിരിക്കുകയാണെന്ന് മാധ്യമങ്ങൾ എഴുതി. എന്നാൽ പൊതുജനങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് താൻ ഒരിടത്തും പോയിട്ടില്ല എന്ന് ഖൊമൈനി തെളിയിച്ചു. ചുരുക്കത്തിൽ അമേരിക്ക നാണം കെട്ടിരിക്കുകയാണ് ഇറാന്റെ കരുത്തിന് മുമ്പിൽ, അവരുടെ ദാർഢ്യത്തിന് മുമ്പിൽ. ഇറാൻ ശക്തമായ രാജ്യം തന്നെയാണ്, പശ്ചിമേഷ്യയിലെ ഏറ്റവും കരുത്തുള്ള രാജ്യം തന്നെയാണ്. ഇസ്രായേലിനെ ഉപയോഗിച്ച് ആക്രമിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് കൂനിന്മേൽ കുരുവായി മാറുമെന്ന് അമേരിക്കയ്ക്ക് അറിയാം. ഇസ്രായേലിനെ ഇറാൻ തകർക്കും. 6 മാസം മുമ്പ് നടന്ന യുദ്ധത്തിൽ അമേരിക്ക ഇടപെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഇസ്രായേലിനെ ഇറാൻ തകർത്ത് തരിപ്പണമാക്കുമായിരുന്നു. ആ യുദ്ധത്തിൽ ഇസ്രായേലിന്റെ പേരുകേട്ട ചാരസംഘടനയായ മൊസാദിന്റെ ആസ്ഥാനം വരെ എത്തി ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ. മാത്രമല്ല ഇസ്രായേലിന് കാര്യമായ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു. അമേരിക്ക ഇറാന്റെ ആണവത്താവളങ്ങൾ ലക്ഷ്യമാക്കി അന്ന് ആക്രമണം നടത്തി. എന്നാൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ രഹസ്യമായി കടത്തി. അതെവിടെയാണെന്ന് അമേരിക്കയ്ക്ക് അറിയില്ല. ഇപ്പോൾ അമേരിക്കൻ യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. ഖൊമൈനി ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ ട്രംപും ചർച്ചയ്ക്ക് തയ്യാർ. മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് ചർച്ച ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ ആദ്യം ഖൊമൈനി ചർച്ചയ്ക്ക് തയ്യാറാവണം. ഖൊമൈനി ചർച്ചയ്ക്ക് നിർബന്ധം പിടിക്കണം. എങ്കിൽ ട്രംപ് തയ്യാറാകും. ചുരുക്കത്തിൽ ട്രംപ് ലോകത്തിന് മുമ്പിൽ നാണം കെട്ടിരിക്കുന്നു, ഇറാന് മുമ്പിൽ നാണം കെട്ടിരിക്കുന്നു. ഇറാൻ തങ്ങളുടെ ശക്തി എന്തെന്ന് ലോകത്തെ അറിയിച്ചു. ഇറാന് ആണവായുധമുണ്ടോ ഇല്ലയോ എന്നതിനെപ്പറ്റി ഇപ്പോഴും ഒരു രൂപം അമേരിക്കയ്ക്ക് കിട്ടിയിട്ടില്ല. അമേരിക്ക ആവശ്യപ്പെട്ടത് സമ്പുഷ്ടീകരിച്ച യുറേനിയം മറ്റൊരു രാജ്യത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ യുദ്ധം അവസാനിപ്പിക്കാം എന്നാണ്. അതാണ് പ്രധാനപ്പെട്ട ആവശ്യം. അതങ്ങ് ഭരണത്ത് വെച്ച് കൊടുക്കാനാണ് ഇറാൻ പറഞ്ഞത്. അത് അങ്ങ് അമേരിക്കയിൽ ചെന്ന് പറഞ്ഞാൽ മതി, തങ്ങളുടെ രാജ്യത്ത് അത് നടക്കില്ല എന്ന് ഇറാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ഒന്നാലോചിച്ച് നോക്കണം, ആരുടെയും സഹായമില്ലാതെ, റഷ്യയോ ചൈനയോ അടക്കമുള്ള വൻ ശക്തികളുടെ സഹായമില്ലാതെ ഒറ്റയ്ക്കാണ് ഇറാൻ അമേരിക്കയെ വെല്ലുവിളിച്ചത്. ചങ്കുറപ്പുണ്ടെങ്കിൽ എന്തും ചെയ്യാം എന്ന്, ചങ്കുറപ്പുണ്ടെങ്കിൽ ആരെയും വെല്ലുവിളിക്കാം, ആരെയും നേരിടാം എന്ന് ഇറാൻ കാണിച്ചു കൊടുത്തു. ട്രംപിനിപ്പോൾ ക്ഷീണത്തിൻ്റെ കാലമാണ്, വളരെ തിരിച്ചടികളുടെ കാലമാണ്. നിക്കോളാസ് മാഡുറോയെ തട്ടിക്കൊണ്ടുപോയിട്ട് വിചാരണ ഇതുവരെയും തുടങ്ങിയിട്ടില്ല. ഗ്രീൻലാൻഡ് പിടിക്കാൻ പോയി നാണം കെട്ടു. അവിടെ നാറ്റോ രാജ്യങ്ങൾ അമേരിക്കയ്ക്കെതിരെ തിരിഞ്ഞു. ഫ്രാൻസ് അവിടേക്ക് സൈന്യത്തെ അയച്ചു. അമേരിക്കയെ നാറ്റോയിൽ നിന്ന് പുറത്താക്കണമെന്ന് വരെ ഫ്രാൻസ് പറഞ്ഞു കളഞ്ഞു. അങ്ങനെ ഗ്രീൻലാൻഡിലും വെനസ്വേലയിലും സംഭവിച്ച നാണക്കേട് ഒഴിവാക്കാൻ ഇറാനെ ആക്രമിക്കും എന്ന് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു ട്രംപ് ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ വാക്കുകൾ ട്രംപിൻ്റെ ഭയം വ്യക്തമാക്കുന്നു. ഇറാൻ പേടി, അതാണ് ട്രംപിനെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത്.